മറ്റൊരു കാര്യം, ഈ പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം പ്രധാനമന്ത്രി വിളിച്ച ഒരു ചായ സർക്കാർ സാധാരണ നടത്താറാണ്. അത് പ്രേമചന്ദ്രൻ പങ്കെടുത്തതിന് വളരെ മോശമായി ജോൺ ബ്രിട്ടാസ് തന്നെ ചിത്രീകരിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പറയും വീണ്ടും ഒരു ലേബലിംഗിലേക്ക് പോകുന്നതിന്റെ ഒരു തുടക്കമാണ്. അല്ലല്ല, എത്രയോ കാലമായി ഈ വിപുല ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പാണല്ലോ അവസാന സമ്മേളനം, കഴിഞ്ഞ അവസാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ ചായ കുടിച്ചത് പ്രശ്നമാക്കിയത്. ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ്. മന്ത്രി തന്നെ രാജ്യസഭയിൽ പറഞ്ഞത് ജോൺ ബ്രിട്ടാസിന് നന്ദി പറഞ്ഞുകൊണ്ട് ഉള്ള കാര്യം അവിടെ പുറത്തു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ അതിൽ നിന്ന് ജോൺ ബ്രിട്ടാസിന് ഏറ്റ ക്ഷീണം മാറ്റാൻ വേണ്ടി പ്രേമേന്ദ്രന്റെ പുറത്ത് കുതിര കയറണ്ട. പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, ഏറ്റവും പഠിച്ച കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന പാർലമെന്റേറിയൻ പ്രേമേന്ദ്രനാണെന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ആ നിലയിൽ പിന്നെ പിണറായി വിജയന് പ്രേമേന്ദ്രനെ നരേന്ദ്രമോദിയെ കാണാം, അമിത്ഷായെ വീട്ടിൽ പോയി കാണാം, അതിന് അസ്വാഭാവികതയൊന്നുമില്ല. പ്രേമേന്ദ്രൻ നല്ല പ്രധാനമന്ത്രി വിളിച്ചതിൽ ചായ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ അത് അസ്വാഭാവികമാണെന്നുള്ളത് ദാരിദ്ര്യത്തിന്റെ, രാഷ്ട്രീയമായ ദാരിദ്ര്യത്തിന്റെ പുറത്ത് വരുന്ന പ്രസ്താവനകളാണ്. അതിനൊരു ഗൗരവവും കേരള സമൂഹം നൽകേണ്ടതില്ല, നൽകുന്നുമില്ല.